ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ചുമ്മാ ഇത് നിങ്ങൾ വായിച്ചു പോയിക്കോളൂ. പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളയാളെ പരിഹസിച്ച് മുഖ്യമന്ത്രി എന്നൊരു പോസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ഒന്നുകൂടിയുണ്ട്. അതിങ്ങനെയാണ്: മുഖ്യമന്ത്രി കോന്നി സന്ദർശിക്കാത്തതിൽ പ്രതിഷേധവുമായി ജനീഷ് കുമാർ MLA. 3 ഇടത്ത് ഉരുൾപൊട്ടി, നിരവധി വീടുകൾ തകർന്നു. അടൂർ MLAയെ ക്ഷണിച്ചിട്ടും കോന്നി MLAയെ ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ആരോപണമില്ലായ്മയൊക്കെ അവിടെ കിടക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കളെ, ഒരു ആഴ്ചയുള്ളിൽ ഈ വെള്ളം മുഴുവൻ വറ്റും. ചിലപ്പോൾ 3-4 ദിവസത്തിന് ശേഷം അവിടേക്ക് മുഴുവൻ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ആളുകളെത്തും. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്നാണ്. ഇവിടെ കോന്നി MLA പറയുന്നത് 3 വീടുകൾ 3 ഇടത്ത് ഉരുൾപൊട്ടി, നിരവധി വീടുകൾ തകർന്നു. ഈ നിരവധി വീടുകൾ എന്നത് എത്ര വീടുകളെന്ന് കണക്കെടുത്തിട്ടില്ല. നമുക്കൊരു 10 വീട് എടുക്കാം. 10 വീട് തകർന്നിരിക്കുന്നു. ഇനി അവർക്ക് കയറി താമസിക്കാൻ ഒരു വീടില്ല. ഇങ്ങനെ കേരളത്തിൽ അങ്ങനെ കയറി താമസിക്കാൻ വീടില്ലാത്തവരുടെ എണ്ണം 100-150 ഇടയിലേക്ക് വരുമെന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് കണക്ക് കൂട്ടും. മിനിമം 100 വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി കയറി താമസിക്കണമെങ്കിൽ വീട്ടിനുള്ളിലെ ചളി മുഴുവൻ മാറ്റിയാൽ മാത്രമേ താമസിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സമയത്ത് ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചെളി ഇനി ആരാണ് മാറ്റാൻ പോവുക? അവർക്ക് വീട്ടിൽ ഒരു വസ്തു പോലും ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. അതിന് ആരാണ് അതിനൊരു തക്കതായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ഒരു കഴിഞ്ഞ വർഷത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 പ്രളയം എന്ന് കേൾക്കുന്നതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള കാര്യം കൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. പ്രളയം കഴിഞ്ഞ് ആളുകളെല്ലാം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അന്നത്തെ ഗവൺമെൻറ് ആളുകൾക്ക് ആ കയറി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും എല്ലാ ഭക്ഷ്യവസ്തുക്കൾ അടക്കമാണ് അങ്ങോട്ട് പോയത്. അതായത് ഒരു വലിയ ആശ്വാസം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇങ്ങനെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇപ്പൊ തന്നെ പലയിടത്തും ഒരു സൗകര്യവും കിട്ടുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നു. കുട്ടനാട്ടിലെ ക്യാമ്പിലും ദയനീയ അവസ്ഥ എന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത. തോട്ടപ്പള്ളി പൊഴി മുറിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കും MLA റജി ചേരുക. അവിടുത്തെ ക്യാമ്പുകളിലും വെള്ളം കയറുകയാണ്. ജനങ്ങൾ തന്നോടാണ് ചോദിക്കുന്നത്. അവർക്ക് ഞാനുണ്ട് എന്നാണ് ഇപ്പം ഞാൻ മറുപടി പറയുന്നത്. അവിടേക്ക് ആരും എത്തിച്ചു നോക്കുന്നില്ല, ആരെയും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വർത്തമാനം കൂടിയാണ് കേൾക്കുന്നത്. എന്തൊരു ദുരിതാവസ്ഥയിലൂടെയാണ് ഈ ആളുകൾ പോകുന്നത്. ഇപ്പോഴേ പല ക്യാമ്പുകളിലേക്കും ഭക്ഷണം എത്താത്തതിന് പ്രശ്നമുണ്ട്. ഒരൊറ്റ ബാത്റൂം മാത്രമായിട്ട് 100 പേര് കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇവരെല്ലാം ഈ ക്യാമ്പ് കഴിഞ്ഞ് വീടില്ലാത്ത സ്ഥലത്തേക്ക് വീടിൻ്റെ അവസ്ഥയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് വീട് കിട്ടുമോ എന്നാണ് ചോദ്യം. എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം പറയാം. എൻ്റെ പൊന്നു ദുരിതത്തിൽ കിടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ദുരിത ക്യാമ്പാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദുരിത ക്യാമ്പിൽ കിടക്കുന്ന എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഐ എം സോ സോറി ടു സേ, നിങ്ങൾക്കാരും ഈ ഒരു ഗവൺമെന്റ് ചിലപ്പോൾ വീട് തരില്ല എന്നതാണ്. ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകർ നിങ്ങൾക്ക് തന്നു. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വയനാട്ടിലത്തെ ആ ഒരു കോൺഗ്രസ് കൊടുക്കാന്ന് പറഞ്ഞ വീടാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. തൊട്ടപ്പുറത്ത് ടൗൺ പ്ലാനിങ് ഉണ്ട്, അത് പണി പൂർത്തീകരിക്കുന്നുമില്ല. ഇതാണ് ഇപ്പോഴും അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഈ ആളുകളെല്ലാം ഇത് കഴിഞ്ഞാൽ അവിടേക്ക് കയറി താമസിക്കാൻ വീടുണ്ടാകും എന്നൊക്കെ സങ്കല്പിക്കുന്നത് വളരെ വെറുതെയാണ്. വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം LDF ഗവൺമെന്റ് ഭരിക്കുകയായിരുന്നെങ്കിലൊക്കെ ഞാൻ പറയുമായിരുന്നു, ഒരു പക്ഷേ അവിടുത്തെ DYFക്ക് പിള്ളേരെങ്കിലും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും മറ്റൊക്കെ ഒരുക്കി കൊടുക്കും. ഇപ്പോഴും പല ക്യാമ്പുകളിലേക്ക് എത്തുന്ന DYFക്കാരാണ്. ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ചെറിയ മക്കളെയൊന്നും അവിടേക്ക് കാണാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ദുരിതത്തിനപ്പുറം ഇതിനേക്കാൾ വലിയൊരു ദുരിതപർവമാണ് ഇനി അവരൊക്കെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നത്, അവരെ സഹായിക്കാൻ ആ ഒരു മഴക്കെടുതിയിൽ പെട്ടുപോയവരെ സഹായിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഒരാൾ പോലും അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാത്തത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണയായിട്ട് ഒരു പ്രളയം അവസാനിക്കുമ്പോഴേക്കും ക്യാമ്പുകളിലേക്ക് പോകുമ്പോഴേക്ക് അവർക്ക് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ എത്തും. പക്ഷെ ആരും സഹായിക്കുന്നില്ല ഇപ്പോഴും.
അതെന്തുകൊണ്ടാണ് അങ്ങനെ? അറിയാൻ പാടില്ല, അതൊന്നും ചോദിക്കുക കേട്ടോ. ബൈ.